എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ആനുകാലിക പ്രാധാന്യമുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ചോദ്യങ്ങൾ പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം, 2025 സംസ്ഥാന സ്കൂൾ കായികമേളയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏവ? ഇപ്പോൾ സ്കൂൾ കലാമേളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മുൻപൊരു ക്ലാസ്സിൽ പരിചയപ്പെട്ടതാണ്. ഇവിടെ എന്താണ് ചോദിച്ചത്? കഴിഞ്ഞ വർഷത്തെ 2025 സംസ്ഥാന സ്കൂൾ കായികമേളയെ സംബന്ധിച്ച വിവരങ്ങളാണ്. അപ്പോൾ ഒളിമ്പിക്സ് മോഡലിലാണ് ഈ വർഷത്തെ കായികമേളയും നടന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷവും അത്തരത്തിൽ തന്നെയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ശരിയായ പ്രസ്താവനകൾ മാത്രമാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഓരോ പ്രസ്താവനയായിട്ട് നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ പ്രസ്താവന, തിരുവനന്തപുരത്താണ് മേള നടന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന സ്കൂൾ കായികമേള എവിടെയാണ് നടന്നത്? എവിടെയാണ്? ഇവിടെ പറഞ്ഞത് തിരുവനന്തപുരമാണ്. ശരിയാണോ? അതെ, തിരുവനന്തപുരം ശരിയായ പ്രസ്താവനയാണ്. നമ്മളവിടെ ശരിയിട്ട് വെച്ചു. ഓക്കെ അല്ലേ? രണ്ടാമത്തെ ചോദ്യം, ഓരോ വർഷവും ഇത്തരത്തിലുള്ള മേളകൾക്ക് ഭാഗ്യചിഹ്നമുണ്ടാകും. സാധാരണയായിട്ട് ഏതെങ്കിലും ഒരു ജീവിയായിരിക്കും, അതിനൊരു പേരൊക്കെ ഉണ്ടാകും അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് പ്രസ്താവന വായിച്ചു നോക്കാം. തങ്കു എന്ന മുയലാണ് ഈ വർഷത്തെ ഭാഗ്യചിഹ്നം. അപ്പോൾ ഒരു മുയലാണ് ഈ വർഷത്തെ ഭാഗ്യചിഹ്നം എന്നാണ് പറഞ്ഞത്. ആ മുയലിനൊരു പേരുമുണ്ട്, തങ്കു. അപ്പോൾ അത് ശരിയായ പ്രസ്താവനയാണോ? 2025 സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നം തങ്കു എന്ന മുയലാണോ? അതെ, ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ രണ്ടാമത്തതും ശരി, നമ്മളവിടെ ശരി അടയാളം രേഖപ്പെടുത്തി. മൂന്നാമത്തത്, സഞ്ജു സാംസൺ ആണ് മേളയുടെ ബ്രാൻഡ് അംബാസിഡർ. ഈ മേളയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ളത് ആരാണ്? സഞ്ജു സാംസൺ ആണ്. സഞ്ജു സാംസൺ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അംഗമാണ്, മലയാളിയാണ് അല്ലേ? ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് വേണ്ടി കളിക്കുന്ന മലയാളി താരമാണ് സഞ്ജു സാംസൺ. വളരെ പ്രശസ്തനായിട്ടുള്ളൊരു വ്യക്തിയാണ്, അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ GK ബന്ധപ്പെട്ട് സഞ്ജു സാംസൺ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന രീതിയിൽ ചോദ്യം ചോദിക്കാം. സാധാരണ അങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഓപ്ഷൻസിൽ ക്രിക്കറ്റ്, ഫുട്ബോൾ, ഹോക്കി എന്നൊക്കെ ഉണ്ടാകും. നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഏതാണ്? ക്രിക്കറ്റാണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഈ തവണത്തെ സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡർ ആരായിരുന്നു? സഞ്ജു സാംസൺ ആണ്. ശരിയായ പ്രസ്താവനയാണ്. അതും നമുക്ക് ശരിയിട്ട് വെക്കാം. ഇനി നാലാമത്തെ പ്രസ്താവന, ഈ കായികമേളയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയത് പാലക്കാട് ജില്ലയാണ് എന്നാണ് പറഞ്ഞത്. പാലക്കാട് ജില്ലയാണോ? പത്രങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നവർക്ക് അറിയാം ഏത് ജില്ലയാണ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയതെന്ന്. പാലക്കാട് ജില്ല അല്ല. പിന്നെ ഏത് ജില്ലയാണ്? തിരുവനന്തപുരം ജില്ലയാണ്. അപ്പോൾ ഏത് ജില്ലയാണ് 2025 സ്കൂൾ കായികമേളയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയത്? തിരുവനന്തപുരം. മറന്നു പോകണ്ട, തിരുവനന്തപുരം വെച്ച് തന്നെയാണ് ഈ മേള നടന്നതും വിജയികളായിട്ട് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയതും ഏത് ജില്ല തന്നെയാണ്? തിരുവനന്തപുരം തന്നെയാണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നാലാമത്തെ പ്രസ്താവന തെറ്റാണ്, പാലക്കാടല്ല. നമുക്ക് ശരിയായ പ്രസ്താവനകളാണ് തിരഞ്ഞെടുക്കേണ്ടത്. 1, 2, 3 എന്നിവയാണ് ശരി. അപ്പോൾ ഓപ്ഷൻ സി ആണ് 1, 2, 3 എന്നിവ ശരി എന്ന് പറയുന്നത്. അത് നമുക്ക് തിരഞ്ഞെടുക്കാം. ഓക്കെ, യെസ്. നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. വളരെ പുതിയ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ബജറ്റ്, കേരള ബജറ്റ് കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. കേരള ബജറ്റ് 2026 പ്രഖ്യാപനങ്ങൾ പ്രകാരം സ്കൂൾ കുട്ടികൾക്കായി ഏർപ്പെടുത്തിയ പുതിയ പദ്ധതി ഏത്? ഇപ്പോൾ കേരള ധനമന്ത്രി KN ബാലഗോപാലാണ് കഴിഞ്ഞ ദിവസം കേരള ബജറ്റ് അവതരിപ്പിച്ചത്. അതിൽ സ്കൂൾ കുട്ടികൾക്കായിട്ടുള്ളൊരു പുതിയ പദ്ധതിയുടെ കാര്യം പ്രഖ്യാപിച്ചിരുന്നു. നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും, പത്രത്തിലൊക്കെ വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഏതാണ് ആ പുതിയ പദ്ധതി എന്നാണ് ചോദ്യം. സൗജന്യ ലാപ്ടോപ്പ്, സൗജന്യ യൂണിഫോം വിതരണം, സൗജന്യ പ്രഭാത ഭക്ഷണം, അപകട ലൈഫ് ഇൻഷുറൻസ് പദ്ധതി. ഇതിലേതാണ് 2026 ബജറ്റ് പ്രകാരം സ്കൂൾ കുട്ടികൾക്കായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്? ലാപ്ടോപ്പ്, യൂണിഫോം, പ്രഭാത ഭക്ഷണം അതൊക്കെയാണോ? അല്ല. ഏതാണ്? അപകട ലൈഫ് ഇൻഷുറൻസ് പദ്ധതിയാണ്.
നിങ്ങൾ പത്രങ്ങൾ വായിക്കുന്നവർക്ക് അത് കൃത്യമായിട്ട് തന്നെ അറിയാൻ സാധിക്കും. നമ്മൾ വാട്സപ്പിലൊക്കെ കുറേ സ്റ്റാറ്റസൊക്കെ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഏതാണ്? അപകട ലൈഫ് ഇൻഷുറൻസ് പദ്ധതിയാണ് കേരള ബജറ്റിൽ കുട്ടികൾക്കായിട്ട് 2026 ബജറ്റിൽ പ്രഖ്യാപിച്ച പുതിയ പദ്ധതി. ഓക്കെ അല്ലേ? മറന്നു പോകരുത്. മൂന്നാമത്തെ ചോദ്യം, 2025 ഒക്ടോബറിൽ പ്രഖ്യാപിച്ച 49ാമത് വയലാർ രാമവർമ്മ സ്മാരക സാഹിത്യ പുരസ്കാരം, അതായത് വയലാർ അവാർഡ് നേടിയ കൃതിയും എഴുത്തുകാരനും. അപ്പോൾ വയലാർ അവാർഡ് 2025 വയലാർ അവാർഡ് നേടിയ കൃതി ഏതാണ്? സാഹിത്യകാരൻ എഴുതാണ്. അപ്പോൾ ആ കൃതിയും അതിൻ്റെ എഴുത്തുകാരനെയാണ് ചോദിച്ചത്. ഓപ്ഷൻസ് പരിശോധിക്കാം. മീശ എസ് ഹരീഷ്, മനുഷ്യന് ഒരു ആമുഖം സുഭാഷ് ചന്ദ്രൻ, തപോമയിയുടെ അച്ഛൻ ഇ സന്തോഷ് കുമാർ, പന്തലായനി കെ വി മോഹൻകുമാർ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അവാർഡുകൾ നമുക്ക് പഠിക്കാനുണ്ട്. എഴുത്തച്ഛൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ നമ്മൾ മുൻപൊരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയതാണ്. അപ്പോൾ ഇവിടെ ഏതാണ് ചോദിച്ചത്? വയലാർ അവാർഡാണ്. അവാർഡുകൾ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ 2025 വയലാർ അവാർഡ് ലഭിച്ചത് ഏത് കൃതിക്കാണ്? ഏത് എഴുത്തുകാരനാണ്? ഓപ്ഷൻ സി, തപോമയിയുടെ അച്ഛൻ. എഴുത്തുകാരനാരാണ്? ഇ സന്തോഷ് കുമാർ. ഇതാണ് ശരി ഉത്തരം. നമ്മൾ അത് അവിടെ ടിക്കിട്ട് വെച്ചു. അപ്പോൾ ഈ അവാർഡുകൾ ഇതല്ലാതെ വേറെ അവാർഡുകളുണ്ട്. എഴുത്തച്ഛൻ പുരസ്കാരം പഠിക്കാനുണ്ട്, വയലാർ അവാർഡ് പഠിക്കാനുണ്ട്, ഓടക്കുഴൽ പുരസ്കാരം മുൻപ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അവാർഡുകളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ശരിയായത് ഏത്? എന്താണ് ഈ പുത്തൂർ സുവോളജിക്കൽ പാർക്ക്? അതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ പ്രസ്താവന, ഇത് തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മുൻപ് അറിയുന്ന ഒരു കാര്യമുണ്ട്, തൃശ്ശൂർ ജില്ലയിൽ ഓൾറെഡി ഒരു മൃഗശാല ഉണ്ടായിരുന്നു അല്ലേ? അവിടെ നിങ്ങൾ പോയിട്ടൊക്കെ ഉണ്ടാകും. എന്നാൽ അതിൻ്റെ പ്രവർത്തനം മാറ്റുകയാണ്. പുതിയൊരു സ്ഥലത്ത് വളരെ വിശാലമായിട്ടുള്ള പുതിയൊരു മൃഗശാല, സുവോളജിക്കൽ പാർക്ക് തന്നെയാണ് അവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. സാധാരണ മൃഗശാലകൾ പോലെയല്ല, ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് എവിടെയാണ്? തൃശ്ശൂരിലുള്ള പുത്തൂർ എന്ന സ്ഥലത്താണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് എന്നും തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക് എന്നൊക്കെ അത് അറിയപ്പെടും. അപ്പോൾ നമുക്ക് ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ്. നമ്മൾ നിലവിൽ തൃശ്ശൂർ ജില്ലയിലുള്ള നമ്മുടെ മൃഗശാലയുണ്ടല്ലോ, തൃശ്ശൂരിലെ മൃഗശാലയിലുള്ള മൃഗങ്ങളെയൊക്കെ ഘട്ടം ഘട്ടമായിട്ട് ഈ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റിക്കൊണ്ട് നിൽക്കുകയാണ്. കുറേയൊക്കെ മാറ്റിക്കഴിഞ്ഞു. ഇതിൻ്റെ ഒരു ആദ്യഘട്ടത്തിൻ്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് നിർവഹിച്ചതാണ്. അത് കുറച്ച് പ്രവർത്തനമൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? ചിലപ്പോൾ നിങ്ങൾ പോയിട്ടും ഉണ്ടാകും. ഓക്കെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യം, മൃഗങ്ങളെ ഇടുങ്ങിയ കൂടുകളിൽ അടയ്ക്കുന്നതിന് പകരം തുറന്ന ആവാസ വ്യവസ്ഥയിലാണ് സംരക്ഷിക്കുന്നത്. സാധാരണ നമ്മൾ മൃഗശാലകളിൽ എങ്ങനെയാണ് കാണുക? മൃഗങ്ങളെയൊക്കെ കൂട്ടിനകത്ത് അടച്ചിട്ടാണ് അല്ലേ? എന്നാൽ ഇവിടെ അത്തരത്തിൽ മാത്രമല്ല, ഭൂരിഭാഗവും എങ്ങനെയാണ്? വളരെ വിശാലമായിട്ടുള്ള ആവാസ വ്യവസ്ഥ തന്നെ. ഓരോ മൃഗവും സാധാരണ ഏത് ആവാസ വ്യവസ്ഥയിലാണോ ജീവിക്കാറുള്ളത് അതിന് സമാനമായിട്ടുള്ള പ്രദേശം ഇവിടെ ഉണ്ടാക്കിയിട്ട് അതിൽ തുറന്നു വിട്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ മാറ്റമാണ് സാധാരണ കൂട്ടിലടയ്ക്കുന്ന മൃഗശാലയും ഇവിടുത്തെ ഈ ഒരു പുതിയ രീതിയും തമ്മിലുള്ളത്. അപ്പോൾ എന്തായാലും അവിടെ ഓപ്പൺ ആകുന്നതിനനുസരിച്ച് കുറച്ചൊക്കെ ഓപ്പൺ ആണ്. സാധാരണ പോലെ പ്രവേശനം ലഭ്യമായി തുടങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. അതുമായി ബന്ധപ്പെട്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും അവിടെ പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കണം. മാത്രമല്ല അവിടെ ഒരുപാട് ദൂരമുള്ളത് കൊണ്ട് അതിനുള്ളിൽ നമ്മൾ നടന്നു പോയി കണ്ടാൽ തന്നെ നടന്നാലും പെട്ടെന്നൊന്നും കഴിയില്ല. അതിനുള്ളിൽ ഇലക്ട്രിക് ബസ്സിൻ്റെ സംവിധാനമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ബസ്സിൽ ഇരുന്നിട്ട് പോയിട്ട് ഓരോ സ്ഥലത്തും ഇറങ്ങി അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഇത്തരത്തിൽ പോകാം. ഓക്കെ. അപ്പോൾ ഇത് ശരിയായ പ്രസ്താവനയാണ്. മൃഗങ്ങളെ അവിടെ വെറും കൂട്ടിലിട്ടല്ല വളർത്തുന്നത്, പകരം എന്താണ്? തുറന്ന വിശാലമായ അവരുടെ സ്വാഭാവികമായിട്ടുള്ള ആവാസ വ്യവസ്ഥ പോലുള്ള പ്രദേശങ്ങളിലാണ് മൃഗങ്ങളെ വളർത്തുന്നത്. ഓക്കെ. യെസ്. ഇതിൽ ആഫ്രിക്കൻ സുലു ലാൻഡ്, സൈലന്റ് വാലി തുടങ്ങിയ 23ഓളം തീം സോണുകളുണ്ട്. അപ്പോൾ ഈ മൃഗശാലയിൽ, ഈ സുവോളജിക്കൽ പാർക്കിൽ എങ്ങനെയുണ്ട്? ഓരോ തീം സോണുകളുണ്ട്. ഈ ഓരോ പ്രദേശങ്ങളുടെ പേരുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ആഫ്രിക്കൻ സുലു ലാൻഡ്, സൈലന്റ് വാലി. അപ്പോൾ ആഫ്രിക്കൻ സുലു ലാൻഡിലെ പ്രത്യേകത എന്തായിരിക്കും? ഈ ആഫ്രിക്കയിലുള്ള ഈ ഒരു പ്രദേശത്തിനെ പോലെ ഉണ്ടാവും അവിടെയുള്ള കാണാനുള്ള കാഴ്ചകളൊക്കെ.
ഇനി സൈലന്റ് വാലി എന്നുള്ള സ്ഥലമാണെങ്കിലോ ഒരു മേഖലയിൽ എത്തിക്കഴിഞ്ഞാലോ അവിടെ എന്താണ് നിറയെ മരങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒരു സൈലന്റ് വാലിയിലുള്ളത് പോലെയുള്ള സംവിധാനങ്ങളൊക്കെ നമുക്കവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ 23ഓളം തീം സോണുകൾ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ശരിയായ പ്രസ്താവനയാണ് ഇതും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 3 പ്രസ്താവനകളാണ് പറഞ്ഞിട്ടുള്ളത്, 1, 2, 3. ഇവ 3ഉം ശരിയാണ് എന്നുള്ള ഓപ്ഷൻ ഡി ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് തന്നെ ഒരു ചോദ്യം കൂടി പുത്തൂർ സുവോളജിക്കൽ പാർക്കുമായി ബന്ധപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്, നമുക്ക് പരിശോധിക്കാം. പുത്തൂർ സുവോളജിക്കൽ പാർക്കിനെ സംബന്ധിച്ച താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. 1. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാലയാണ്, ഡിസൈനർ സൂ. അപ്പോൾ എന്താണ് ഈ ഡിസൈനർ മൃഗശാല? നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞതാണ്, സാധാരണ മൃഗങ്ങളെ കൂട്ടിലിട്ട് വളർത്തുന്നത് പോലെയല്ല ഇവിടെയുള്ളത്. ഒരുപാട് മാറ്റങ്ങളുണ്ട്, വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടെയുള്ളത് അല്ലേ. അവയെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് സമാനമായ തുറന്ന ഇടങ്ങളിലാണ് ഇവിടെ പാർപ്പിക്കുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തതല്ല, കൃത്യമായ പ്ലാനിങ്ങും നിർമ്മാണ രീതിയും അതിലൊക്കെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആർക്കിടെക്റ്റുമാരൊക്കെ കുറേ കാലം ഡിസൈനൊക്കെ ചെയ്ത് അവർ ജോലിയിൽ ഈ പണിക്കൊക്കെ മേൽനോട്ടം വഹിച്ചിട്ടാണ് ഇത്തരത്തിലുള്ളൊരു സൂ ഉണ്ടാക്കിയത്. അപ്പോൾ സാധാരണ കൂടുകളല്ല, എന്താണ്, ഡിസൈനർ മൃഗശാലയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാലയാണ് നമ്മുടെ കേരളത്തിലെ തൃശ്ശൂരുള്ള പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. ശരിയായ പ്രസ്താവനയാണ്. രണ്ടാമത്തത്, വിസ്തൃതിയുടെ കാര്യത്തിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ സുവോളജിക്കൽ പാർക്കാണിത്. എന്താണ് ഏഷ്യ എന്നാൽ നമ്മുടെ വൻകരയാണ്, ഇന്ത്യ മാത്രമല്ല. ഈ ഏഷ്യൻ വൻകരയിൽ ഒരുപാട് രാജ്യങ്ങളുണ്ട്. ആ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ 2ാമത്തെ സുവോളജിക്കൽ പാർക്കാണ് നമ്മുടെ പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. കണ്ടോ? അപ്പോൾ ഒരുപാട് വലുതാണ്. അപ്പോൾ അതും ശരിയായ പ്രസ്താവനയാണ്. ഇനി ഓസ്ട്രേലിയൻ പൗരനായ ജോൺ കോ ആണ് ഇത് രൂപകൽപ്പന ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഡിസൈനർ, പ്രധാനപ്പെട്ട രൂപകൽപ്പന നടത്തിയത് ആരാണ്? ഓസ്ട്രേലിയൻ പൗരനായ ജോൺ കോ ആണ് ആർക്കിടെക്റ്റ്. അദ്ദേഹം ആണ് ഇതിൻ്റെ പ്രധാന രൂപകൽപ്പനയൊക്കെ ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതും ശരിയായ പ്രസ്താവനയാണ്. ഇതിൽ ശരിയായ പ്രസ്താവനകൾ മാത്രം കൊടുത്തത് നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായി പഠിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉത്തരം ഏതാണ്? 1, 2, 3 എന്നിവയെല്ലാം ശരിയാണ് എന്ന ഓപ്ഷൻ ഡി ആണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ.